എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും ചെമ്മീൻ ഇഷ്ടമല്ലേ? ഇല്ലാത്തൊരു കാണിയല്ലോ അല്ലേ? നമുക്കെന്നാൽ പോയി നന്നാക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് നന്നാക്കാൻ തുടങ്ങാം. ഇതാ ഞാൻ തലയുടെ ഭാഗം ഇങ്ങനെ എടുത്ത് കളയുക. പുറമേ ഉള്ളൊരു തോലില്ലേ, അതിങ്ങനെ പൊളിച്ചെടുക്കണം. കത്തി വെച്ചിട്ട് ചിലരിങ്ങനെ വലിച്ചെടുക്കും കേട്ടോ. അങ്ങനെ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കാം. നമ്മൾ ചെമ്മീൻ നന്നാക്കി കഴിയാറായി. ഒരു 1/2 കിലോ കൂടുതലുണ്ട്. ഒരു 700 ഗ്രാമൊക്കെ ഉണ്ട് ചെമ്മീൻ. നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് തീർന്നു, നന്നാക്കി കഴിഞ്ഞു. കഴുകിയെടുക്കാവേ. നന്നായിട്ട് കഴുകി കൊടുക്കാം. ഒരു 5-6 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകണേ. നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5-6 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടിങ്ങനെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. വൃത്തിയാക്കിയ ചെമ്മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഒരു 1/2 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി, 6 പച്ചമുളക്, 3 ഉണക്കൽമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്, 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, അത് രണ്ടും ഓരോ ടീസ്പൂൺ വീതമാണ്, 2 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, കുരുമുളക് പൊടി, ഉപ്പുപൊടി, വെളിച്ചെണ്ണ, ഗരം മസാല, കടുക്, പിന്നെ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ. അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ചെമ്മീൻ വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ടെടുക്കാവേ. ഒരുപാട് സമയം വേണ്ട. ഒരു 2 മിനിറ്റ് വീതം ഓരോ സൈഡും വേവിച്ചാൽ മതിയേ. ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ആയിട്ട്. നമ്മൾ വറുക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി ഇരിപ്പുണ്ട്. ഒരു വശം ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീനായിട്ടുണ്ട്. നമുക്കിന്നത് കോരിയെടുക്കാം. അടുത്തത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാവേ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, ഓളെന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള. എല്ലാവരും അത് പോയി കാണണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. നമ്മളൊരു പുതിയ ചാനലാണ്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തുറന്ന് ഞങ്ങളോട് പറയണം. എങ്കിലല്ലേ നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും സഹകരിക്കണം. രണ്ടാമത് നമ്മളിട്ടതും ആയിട്ടുണ്ട്. ഇനി അതും കൂടി കോരിയെടുക്കാം.
നമ്മൾ മൺചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് സവോള ചേർക്കാം. സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ നമുക്ക് ഇഞ്ചി അരച്ചത് ചേർക്കാം. കൂട്ടത്തിൽ തന്നെ 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തന്നേ ഉള്ളൂ കേട്ടോ, അരിഞ്ഞിട്ടാലും മതി. നന്നായിട്ട് വാടി വരുന്നുണ്ട്, അടി പിടിക്കാതെ. ഇവിടെ നല്ല കാറ്റും കൂടി ഉണ്ട്, അപ്പം അവിടെ തീയൊക്കെ കെട്ടുവാനൊക്കെ തുടങ്ങുന്നുണ്ട്. തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം. പച്ചമുളക് ചേർക്കുമ്പോൾ നോക്കണം കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ച്. നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി മുളക് പൊടി ഇത് ചേർക്കാനും ഉണ്ട്. ഇതിപ്പോൾ എരിവില്ലാത്ത പച്ചമുളക്, അതാ 5 എണ്ണം എടുത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയില്ലേ, അതും കൂടി ഇത് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞതൊക്കെ മാറ്റിയിട്ട്, കരിഞ്ഞത് ചേർക്കണ്ട, ഇങ്ങനെ നമുക്ക് ഊറ്റിയെടുത്ത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർക്കുമ്പോൾ നല്ല രുചിയായിരിക്കും. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. അടി പിടിക്കാതെ നോക്കണേ. ഈ സമയം നമുക്ക് തീ അല്പം കുറച്ച് കൊടുക്കാം. അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാവേ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ചേർക്കാവേ. നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാതെ. നല്ല മണമൊക്കെ വരുന്നുണ്ട്, വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ. ഇത് കാണുന്നത് പോലെ ഒരുപാട് എരിവൊന്നും ഇല്ല. കാശ്മീരി ചില്ലിയാണ് കൂടുതൽ നമ്മൾ ചേർത്തിട്ടുള്ളത്. നമ്മളിവിടെ തന്നെ വീട്ടിൽ തന്നെ മുളക് വാങ്ങി പൊടിപ്പിക്കുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അല്പസമയം അടച്ചു വെച്ച് വേവിക്കാം.
നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഉണക്കൽമുളകില്ലേ ചതച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതൊരു 1/2 ടീസ്പൂൺ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കെല്ലാവരും വിളിച്ചൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. പിന്നെ ചെമ്മീൻ കിട്ടുന്നവരിങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. എല്ലാം ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ചേച്ചി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. സൂപ്പറാണ്. നല്ലതാണോ ചേച്ചി പറയുന്നത്? എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ചേട്ടനൊന്ന് കൊടുത്ത് നോക്കട്ടെ. എനിക്കൊരെണ്ണം വെച്ചേക്കണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.